ഹായ് എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി അവക്കാഡോ ഷേക്ക് ആണ്. അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയ ഗുണങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ ഈ കാണുന്ന സംഭവമാണ് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന സംഭവം. ഇവൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ആള് നിസ്സാരക്കാരനൊന്നുമല്ല, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അടിപൊളി സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻസും അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. മെയിനായിട്ട് ഇവൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഇവൻ നല്ല രീതിയിൽ സഹായിക്കുകയെ, അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധശേഷി കൂട്ടാനും സ്കിന്നിനും ഇവൻ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട് അവക്കാഡോയ്ക്ക്. അപ്പോൾ ഈ അവക്കാഡോ വെച്ചാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവക്കാഡോ മുറിച്ചു, അതിലെ കുരുവെടുത്ത് മാറ്റി അതിൻ്റെ പുറത്തൂടെ കാണുന്ന ഒരു ബ്ലാക്ക് കളറിലൊരു ഷെയ്ഡ് വരുന്നൊരു തൊലിയുണ്ട്, അതും ചേരണ്ടി നമ്മൾ കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഇതുപോലെ ചേരണ്ടി എടുക്കണം ഇവനെ അങ്ങോട്ട് കണ്ടോ. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ എടുത്ത് ഒരു മിക്സിയിൽ ജാറിലോട്ട് അങ്ങോട്ട് ഇടാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു അവക്കാഡോയാണ്. അതിന് നമ്മൾ ഒരു 3-4 ഗ്ലാസോളം ഏകദേശം ഷേക്ക് അടിച്ച് കഴിയുമ്പോഴേക്കും കിട്ടും. അപ്പോൾ നമ്മളിനി അതിനകത്തോട്ട് പഞ്ചസാര ചേർക്കുകയാണ്, ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ നല്ല രീതിയിൽ മിക്സിയിൽ വെച്ച് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഫ്രീസറിൽ വെച്ച് കട്ടിയായ പാൽ കുറച്ച് ചേർക്കുക. അത് നല്ല രീതിയിൽ മിക്സായി അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചേർത്ത് നമുക്കൊന്ന് മിക്സിയിലിട്ട് നല്ല രീതിയിൽ അങ്ങ് അടിച്ചെടുക്കാം. ഇനി നമ്മൾ മിക്സിയിലോട്ട് എടുത്ത് വെച്ച് നല്ല രീതിയിൽ അടിച്ചങ്ങോട്ട് എടുക്കുവാണ്. കണ്ടോ, അടിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി ഇടേണ്ട സംഭവങ്ങളൊക്കെ ഇടാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കി പാലും കൂടെ ഇടുകയാണ്. കട്ടയാക്കി വെച്ചിരിക്കുന്ന ഒരു 3/4 കവർ പാലെങ്കിലും നമ്മൾ ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടേണ്ടത് ഒരു 5-6 ഈന്തപ്പഴമാണ്. നല്ലപോലെ കഴുകി അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് നമ്മളിത് ആ ഈന്തപ്പഴം ഇടുകയാണ്. അതിനുശേഷം ഒരു 2 സ്പൂൺ തേൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് വാനില ഐസ്ക്രീമാണ്. അപ്പം നമ്മൾ വാനില ഐസ്ക്രീം എടുത്തു. കുറച്ച് നമ്മൾ വാനില ഐസ്ക്രീം ഒരു 3-4 സ്പൂൺ നമ്മൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്നും കൂടെ കറക്കി ഇങ്ങെടുക്കാവേ. അങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് നമ്മുടെ അവക്കാഡോ ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ചെറിയ മിനുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇനി ഇവനെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ പോവുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബദാമും നട്ട്സും ഒക്കെ പൊടിച്ചിടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അവക്കാഡോ ഷേക്ക് റെഡി ആയി കഴിയും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളും അടിപൊളി ടേസ്റ്റുമായിട്ട് അവക്കാഡോ ഷേക്ക് നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ളോഗ്സ് വരുന്നതായിരിക്കും. നന്ദി.